നമസ്കാരം, ഷെരീഫ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസ്റ്റോറന്റ് ബിസിനസ്സുകളിൽ നേരിടുന്ന ചലഞ്ചുകളിലെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്നത്തെ വീഡിയോ. ആദ്യത്തെ പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ പോയിട്ട് നിങ്ങൾ കാണുക. എന്താ റെസ്റ്റോറന്റ് ബിസിനസ്സുകളിൽ ലാഭകരമാവണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് നമ്മുടെ സ്റ്റാഫിന്റെ കാര്യങ്ങളിലുള്ള ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകങ്ങളെ കുറിച്ചായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. കാരണം കസ്റ്റമറെ തൃപ്തിപ്പെടുത്തി അവര് നമ്മുടെ റെസ്റ്റോറന്റുകളിൽ നിന്ന് പോയി കഴിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് അവരിൽ നിന്ന് കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനും അവരെ തന്നെ റിപ്പീറ്റഡ് കസ്റ്റമറാക്കി കൊണ്ടുവരാനും നമുക്ക് കഴിയുള്ളൂ. പ്രത്യേകിച്ച് റെസ്റ്റോറന്റ് ബിസിനസ്സുകളിലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ആയിട്ട് വന്ന കസ്റ്റമർ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സമയത്താണ് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിക്കുക. കാരണം അവർ സാറ്റിസ്ഫൈഡ് ആണ്. അവർ വരുന്ന സമയത്ത് അവർ നമ്മളിൽ നിന്ന് കൂടുതൽ വാങ്ങാനും ഭക്ഷണങ്ങൾ കഴിക്കാനും സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ വർദ്ധിപ്പിക്കണമെങ്കിൽ കസ്റ്റമർ എന്താവണം? ഭക്ഷണത്തിൽ മാത്രം നമ്മളുടെ ഫോക്കസ് ഉണ്ടായാൽ പോരാ, കസ്റ്റമറുടെ മനസ്സുകൂടി നിറയുന്ന രൂപത്തിലേക്കുള്ള സർവീസുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. കസ്റ്റമർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, കസ്റ്റമർ തീരെ പ്രതീക്ഷിക്കാത്ത നല്ല സർവീസുകൾ നമ്മൾ അവർക്ക് ഇൻഹൗസ് റെസ്റ്റോറന്റുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും റിപ്പീറ്റഡ് കസ്റ്റമറായിട്ട് നമ്മളുടെ മുമ്പിൽ വരും. അവരുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അവർ ഈ സ്ഥാപനത്തിനെ കുറിച്ച് പറയുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇന്ന് വിജയിച്ചിട്ടുള്ള റെസ്റ്റോറന്റുകളൊക്കെ സക്സസ് ആവുന്നതിന്റെ ഒരു 90% ബിസിനസ്സുകളും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടുന്നത് കൊണ്ടാണ്. ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നമ്മളെ ഈ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, റിവ്യൂസ് എടുക്കുക. അവരുടെ റിവ്യൂസ് ഓൺലൈൻ നമ്മുടെ ഗൂഗിൾ ബിസിനസ്സുകളിലും നമ്മുടെ സോഷ്യൽ മീഡിയകളിലും ഒക്കെ അവരുടെ റിവ്യൂസുകൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരോട് പറയുക. അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ലോയൽ പ്രോഗ്രാമുകൾ നമ്മൾ കൊണ്ടുവരിക ബിസിനസ്സിൽ. അപ്പോൾ ഇവരുടെ ഈ സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമുകളിലൂടെ ഷെയർ ചെയ്യുമ്പോൾ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന പുതിയ കസ്റ്റമേഴ്സ് ഒക്കെ ഇത് കണ്ടിട്ടാണ് നമ്മുടെ ഷോപ്പിലേക്ക് വരിക. അപ്പൊ അവർക്ക് ഒരു പ്രതീക്ഷയുണ്ടാവും, നമ്മുടെ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ല സർവീസ് കിട്ടും, ഇവിടെ നല്ല ഫുഡാണ്, ഇത്രത്തോളം ആളുകൾ ഇതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു മുൻ വിധിയോടുകൂടി തന്നെയാണ് അവർ നമ്മുടെ ബിസിനസ്സിലേക്ക് വരിക. അവിടെ വന്ന് അവർക്ക് നല്ലൊരു സർവീസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവർ പൂർണ്ണമായും സാറ്റിസ്ഫൈഡ് ആയി അവരെന്ത് ചെയ്യും, മറ്റുള്ള ആളുകളോട് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് പറയാൻ തുടങ്ങും. അവർ നമ്മുടെ ഓൺലൈൻ റിവ്യൂകളിലൊക്കെ അവർ നല്ല റിവ്യൂസ് എഴുതാൻ തയ്യാറാകും. ഓക്കെ, ഇത്തരത്തില് നമ്മളുടെ കസ്റ്റമേഴ്സിന് നമുക്ക് മാക്സിമം നല്ല സർവീസ് കൊടുക്കാനും അവരെ നല്ലോണം സാറ്റിസ്ഫൈഡ് ആക്കിയിട്ട് ഒരു ഭക്ഷണം കഴിച്ചതിന്റെ അപ്പുറത്തേക്ക് അവരെ മനസ്സുകൂടി നിറച്ചുകൊണ്ട് വേണം നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് അവരെ തിരികെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് റെസ്റ്റോറന്റ് ബിസിനസ്സുകളെ പ്രോഫിറ്റബിൾ ആക്കാനുള്ള നല്ല ടിപ്പുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.